തയ്പ്പിക്കണ്ടേ? അത് ഫ്രോക്ക് വേണോ പാവാട ബ്ലൗസും വേണോ കുഞ്ഞിന്? എന്ത് വേടാ വേണ്ടേ? ഫ്രോക്ക് മതി. വെട്ടട്ടെ, ഓണത്തിലേക്ക് ഫ്രോക്ക് ഫ്രോക്ക് മതി. അപ്പൊ കോളർ ഉള്ളതാ? കോളറില്ലാത്ത 40 ഒന്ന് ടൈപ്പ് എഴുതിക്ക് കിട്ടും. ഓക്കെ. കൈക്ക് എങ്ങനെ ഇറക്കം വെക്കണം? വേണ്ട, ഞങ്ങളുടെ കൈയുടെ ചുറ്റളവ് ഒരു 6 എഴുതിക്കോ. ഇച്ചിരി ഇത്ര ഇറക്കം വെക്കണം. വേണ്ട വേണ്ട, ഇറക്കം വേണോ? ശോ വേണമെങ്കിൽ നമുക്ക് അന്നേരം എടുക്കാം. ഇപ്പൊ ഒരു 3 എഴുതിക്കോ. ഓക്കെ. ഈ ഉടുപ്പിന്റെ ഇറക്കം പാവാട ബ്ലൗസ് ആണോ അതോ ഫ്രോക്കാണോ? ഫ്രോക്കാണോ പാവാട ബ്ലൗസ്? ഫ്രോക്ക് മതി. ഇങ്ങോട്ട് വെക്കേ. ഫ്രോക്ക് വേണോ പാവാട ബ്ലൗസും വേണോ? ഫ്രോക്ക് മതി. ഓക്കെ, എന്നാൽ ഫ്രോക്ക്. അപ്പം ഫുൾ ഇറക്കം എടുത്താൽ മതി. ഫുൾ എന്ത്? ഫുൾ വാല് വരെ പുറമെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ലെന്ത് കുഞ്ഞിന് അത്ര വേണ്ട, ചെറുത് മതി. ഇറങ്ങി കിടക്കണ്ടല്ലോ പിന്നെ കുഞ്ഞ് വേണ്ട, അവൾ അധികം പൊക്കിക്കൊണ്ട് നടക്കത്തില്ല. ഒരു 21 ഇട്ടു. 21 നീളമുണ്ടോ? നോക്കട്ടെ. ഇരുന്നൊക്കെ ഉണ്ട് അളക്കാൻ. ഒരു 20. കുഞ്ഞിന്റെ ചെസ്റ്റ് വണ്ണം കുട്ടിക്ക് നോക്കട്ടെ അമ്മ. ചെസ്റ്റ് 21. വയലിന്റെ അടുത്ത് വണ്ണം നമുക്ക് എടുത്തേക്കാം അല്ലേ? അതും ഒരു 21. അതൊക്കെ പക്ക 21 അല്ല. അപ്പൊ ഫ്രോക്ക് മതിയല്ല. പട്ടുപാടും ബ്ലൗസും വേണം. ചേച്ചിമാരിടുമ്പോ പട്ടുപാടും ബ്ലൗസും വേണമെന്ന് പറയരുത്. കുഞ്ഞാവക്ക് എന്തോ വേണ്ടേ? കുഞ്ഞാവക്ക് വേണ്ടത് കേട്ടോ. ഫ്രോക്കാണ് നമ്മൾ തയ്പ്പിക്കുന്നത്. പിന്നെ പട്ടുപാടും ബ്ലൗസും വേണമെന്ന് പറയാ ചേച്ചിമാരിടുമ്പോ. അത് ഹാഫ് സാരി വേണമെന്ന് പറയുമോ? എന്ത് വേണം? ഫ്രോക്ക് എന്നോട് പറഞ്ഞു. സോ ഫ്രോക്കാണല്ല, ഫ്രോക്ക് മതി കുഞ്ഞിന്. കുഞ്ഞിന് പിന്നെ പാവാട ബ്ലൗസ് രണ്ടെണ്ണം ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേടാ. നമുക്ക് ഫ്രോക്ക് തയ്പ്പിക്കും. ഏത് കളർ വേണം? സോയെ ഏത് കളറാ? കുഞ്ഞിന് കുറച്ച് കളർ കാണിച്ചു കൊടുക്കണം. അതിനകത്ത് ഏത് കളറാന്ന് കാണിച്ചു തരണം. ഞങ്ങൾ നാളെ പിന്നെ കളർ നോക്കിയിട്ട് പറയുന്നത്.